പാലയിൽ താൻ തോറ്റപ്പോഴും കേരള കോൺഗ്രസിൻ്റെ മറ്റ് 3 സ്ഥാനാർത്ഥികൾ തോറ്റപ്പോഴും ജോസ് കെ മാണിക്ക് ഇത്ര സന്തോഷമൊന്നുമില്ലായിരുന്നു. പക്ഷേ അഞ്ചാമൻ റോഷി അഗസ്റ്റിൻ ഇടുക്കിയിൽ 8 നിലയിൽ പൊട്ടിയപ്പോൾ ഊറിച്ചിരിക്കുകയായിരുന്നു ജോസ് കെ മാണി. കാരണം ജോസ് കെ മാണിയുടെ ഭാവി തന്നെ തല തിരിച്ചു മാറ്റിയ LDF സർക്കാരിലെ മന്ത്രിയായിരുന്നു റോഷി അഗസ്റ്റിൻ. ഇതാ റോഷി അഗസ്റ്റിനും പെട്ടിരിക്കുന്നു. കനത്ത തോൽവിയാണ് റോഷി അഗസ്റ്റിന് ഇത്തവണ സംഭവിച്ചത്. അതും സംസ്ഥാന PRDയുടെ എല്ലാ സംവിധാനങ്ങളും അണിനിരന്ന റോഷി അഗസ്റ്റിനോട് PR പണി ചെയ്തിട്ടും ഫലം തോൽവിയായിരുന്നു. ഇത് നോക്കൂ, മലങ്കര ടൂറിസം പദ്ധതിയിലെ വമ്പൻ ക്രമക്കേട് അത് നേരത്തെ തന്നെ കേരളത്തിലെ മാധ്യമങ്ങൾ ചൂണ്ടിക്കാട്ടിയതാണ്. പക്ഷേ സർക്കാരിൻ്റെ മുഷ്ക് കൊണ്ട് അതിൽ നിന്നൊക്കെ കേരള കോൺഗ്രസ് എമ്മും റോഷി അഗസ്റ്റിനുമൊക്കെ രക്ഷപ്പെട്ടു പോയി. ഇന്നിതാ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്ന ആദ്യത്തെ വിജിലൻസ് അന്വേഷണം, അതിന് റോഷി അഗസ്റ്റിനാണ് അർഹൻ. ഇടുക്കി വിജിലൻസ് DYSP ആണ് അന്വേഷിക്കുക. 1-2 112 കോടി രൂപയുടെ ക്രമക്കേടാണ് മലങ്കര ടൂറിസം പദ്ധതിയിൽ നടന്നു എന്നാണിപ്പോൾ വിജിലൻസിന് സർക്കാരിന് പരാതി ലഭിച്ചിരിക്കുന്നത്. FSIT റീഡിഫൈൻഡ് ഡെസ്റ്റിനേഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിക്ക് ഏകപക്ഷീയമായി കരാർ നൽകിയതിൽ ക്രമക്കേടുണ്ടെന്നാണ് മുട്ടം സ്വദേശി ബേബി ജോസഫ് സർക്കാർ നൽകിയ പരാതി. 30 വർഷത്തേക്ക് ആ ജലാശയം സ്വകാര്യ ഏജൻസിക്ക് പാട്ടത്തിന് നൽകിയെന്നും പദ്ധതി ലാഭത്തിൻ്റെ 3.5% മാത്രം സർക്കാരിന് ലഭിക്കുന്ന രീതിയിലാണ് പാട്ടക്കരാർ മന്ത്രി ഇടപെട്ട് റെഡിയാക്കി കൊടുത്തതെന്നും പരാതിയിൽ പറയുന്നു. ബാക്കി 96.5% സ്വകാര്യ ഏജൻസിക്ക് ലഭിക്കും. ഇതിനു പുറമെ ടെൻഡർ വിളിച്ച ശേഷം രൂപവൽക്കരിച്ച കടലാസ് കമ്പനിക്കാണ് കരാർ നൽകിയത്. ഈ കമ്പനി മാത്രമാണ് ടെൻഡറിൽ പങ്കെടുത്തത്. അതുതന്നെയാണ് അഴിമതിയുടെ ആദ്യ തുടക്കവും. റീടെൻഡർ വിളിക്കാൻ സർക്കാർ തയ്യാറായില്ല. അതായിരുന്നു സംസ്ഥാനത്തെ മറ്റേത് ടെൻഡറിങ്ങിലെയും വ്യവസ്ഥ. പക്ഷേ ഒരു കരാറുകാരൻ മാത്രമാണ് ടെൻഡറിൽ പങ്കെടുത്തതെന്നും അതൊരു കടലാസ് കമ്പനിയാണെന്നും പരാതിക്കാരൻ ഉറപ്പിച്ചു പറയാനുള്ള കാരണം ഇതുതന്നെയാണ്. ടെൻഡർ നൽകിയപ്പോൾ ഒരു കമ്പനി മാത്രമാണ് മുന്നോട്ട് വന്നതെന്നും അതുകൊണ്ടാണ് ആ കമ്പനിക്ക് കൊടുത്തതെന്നുമാണ് റോഷി അഗസ്റ്റിൻ പറയുന്നത്. അതിന് റോഷി അഗസ്റ്റിൻ പറഞ്ഞത് എല്ലാം സർക്കാരിൻ്റെ നയമാണെന്നാണ്. പക്ഷേ മലങ്കര ടൂറിസം പദ്ധതിയിൽ കേരള കോൺഗ്രസ് എം വെള്ളം കുടിച്ചില്ലെങ്കിലും റോഷി അഗസ്റ്റിൻ വെള്ളം കുടിച്ചിരിക്കും, അത് ഉറപ്പ്. കാരണം 1-2 112 കോടി രൂപയുടെ ക്രമക്കേടാണ് ഇപ്പോൾ പരാതിക്കാരൻ ഉന്നയിച്ചിരിക്കുന്നത്. പരാതിയിൽ കഴമ്പുണ്ടെന്ന് കണ്ടെത്തിയാണ് സംസ്ഥാന സർക്കാർ ഉടനടി കൈയോടെ വിജിലൻസ് അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയത്.